ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 53. വകദ ഇപ്രകാരം തന്നെ ഇസ്തറത്തു ആ മുതഅഖിരീങ്ങൾ ഷർത്താക്കി അൽ ഇതിന് സമ്മതം വേണമെന്ന് ഷർത്താക്കി ഫിൽ വിജാദത്ത് കൊണ്ട് ഹദീസ് റിവായത്ത് ചെയ്യുന്നതിൽ. പിന്നെ വിജാദത്ത് എന്ന് പറഞ്ഞാൽ വഹിയ ഐ യജിദ ഈ താലിബ് എത്തിക്കുക ബി ഖത്തിൻ ഒരു എഴുത്ത്. എങ്ങനത്തെ എഴുത്ത്? യഅരിഫു കാത്തിബഹു ആ എഴുത്തിൻ്റെ ഓദർ അതിൻ്റെ എഴുത്തുകാരനെ അറിയാം. അപ്പോൾ ആ താലിബിന് അറിയാവുന്ന ഒരാളുടെ ഒരു എഴുത്ത് എത്തിച്ചു താലിബ്. എന്നിട്ട് ഫയഖൂല എന്നിട്ട് ആ താലിബ് പറയുക വജത്തു ബി ഖത്തി ഫുലാനിൻ ഇന്ന ഫുലാനിൻ്റെ എഴുത്ത് ഞാൻ എത്തിച്ചു എന്ന് പറയാം. ഇതിനാണ് വിജാദത്ത് എന്ന് പറയുക. അപ്പോൾ ആരുടെ താലിബിന് അറിയാവുന്ന ഒരാളുടെ കൈപ്പടയിൽ എഴുതിയ ഒരു എഴുത്ത്, ആ എഴുത്തിൽ എന്ത് ചെയ്തു? അപ്പോൾ ഹദീസുകൾ എഴുതിയത് കിട്ടിയെന്ന് വെക്കുക. എന്നാൽ വലാ യസൂഹു ഫീഹി അങ്ങനെ കിട്ടിയ ഈ വിജാദത്തിൽ ജായിസാകുകയില്ല ഇത്ലാഖു അഖ്ബറനി എന്ന് ആ താലിബിന് എന്ത് ചെയ്യാൻ പറ്റൂല, ഖത്തിലുള്ളത് കണ്ടുകൊണ്ട് പറയാൻ പറ്റൂല. ബി മുജറദ് ദാലിക ആ വെറും വിജാദത്ത് കൊണ്ട് അഖ്ബർനി എന്ന് ഇത്ലാഖാക്കൽ ജായിസാകുകയില്ല. പക്ഷേ ഇല്ല ഇൻകാന ലഹു മിൻഹു ആ ഖത്തിൻ്റെ സാഹിബിൽ നിന്ന് ആ താലിബിനുണ്ടായാലൊഴികെ ഇതിനുൻ ബിർ റിവായത്തി അൻഹു അദ്ദേഹത്തിനെ തൊട്ട് റിവായത്ത് ചെയ്യാനുള്ള സമ്മതം ഉണ്ടായാലൊഴികെ. അപ്പോൾ സമ്മതം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അഖ്ബറനി എന്ന് പറഞ്ഞിട്ട് റിവായത്ത് ചെയ്യാം, അല്ലെങ്കിൽ പറ്റൂല. എന്നാൽ അത്ലഖ ഖൗമുൻ ദാലിക എന്നാൽ അതിന് ഒരു ഖൗമ് ഇത്ലാഖൻ പറഞ്ഞു വിജാദത്ത് കൊണ്ട് എന്ത് ചെയ്യും? പിന്നെ ഇതിനുണ്ടായാലും ഇല്ലേലും പിന്നെ റിവായത്ത് ചെയ്യാമെന്ന് ഒരു ഖൗമ് ഇത്ലാഖാക്കി. എന്നാൽ ഇപ്പോൾ കുല്ലിത്തു ആ ഖൗമിനെ വലത്തിലേക്ക് ചേർക്കപ്പെട്ടു. അവർ പറഞ്ഞത് പിന്നെ വലത്താണ്, പിഴവാണെന്നുള്ളത്. വകദ ഇപ്രകാരം തന്നെ ഇതിന് ഷർത്താക്കപ്പെട്ടതാണ് അൽ വസിയത്തു ബിൽ കിതാബി കിതാബ് കൊണ്ടുള്ള വസിയത്ത്. കിതാബ് കൊണ്ട് വസിയത്ത് ചെയ്താലും എന്ത് വേണം? റിവായത്ത് ചെയ്യാനുള്ള സമ്മതം വേണമെന്നാണ് ഒരു ഷർത്താക്കിയിട്ടുള്ളത്. പിന്നെ വഹിയ കിതാബ് കൊണ്ടുള്ള വസിയത്ത് എന്ന് പറഞ്ഞാൽ ആ യൂസിയ ആ പിന്നെ ഷെയ്ഖ് എന്ത് ചെയ്യുക? വസിയത്ത് ചെയ്യുക ഇന്ദ മൗത്തിഹി അവൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിലോ ഔ സഫരിഹി അല്ലെങ്കിൽ പിന്നെ യാത്ര പോകുന്ന സന്ദർഭത്തിൽ വസിയത്ത് ചെയ്തു. ലി ഷഖ്സിൻ മുഅയ്യനിൻ ഒരു മുഅയ്യനായ വ്യക്തിയോട് വസിയത്ത് ചെയ്തു. എന്തുകൊണ്ട് വസിയത്ത് ചെയ്തു? ബി അസ്ലിഹി അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു അസ്ല് കിതാബ് കൊണ്ട് ഹദീസിൻ്റെ കിതാബുകളിൽ നിന്നുള്ള ഒരു അസ്ല് കോപ്പി അതുകൊണ്ട് വസിയത്ത് ചെയ്തു. അല്ലെങ്കിൽ ഔ ബി ഹുസൂലിഹി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ അസ്ല് കിതാബുകളെ കൊണ്ടും പിന്നെ വസിയത്ത് ചെയ്തു. എന്നിട്ട് അങ്ങനെ വസിയത്ത് ചെയ്താൽ ഫഖദ് ഖാല ഖൗമുൻ മിനൽ അഇമ്മത്തിൽ മുതഖദ്ദിമീന മുതഖദ്ദിമീങ്ങളിൽ നിന്നുള്ള അഇമ്മത്തിൽ നിന്ന് ഒരു ഖൗമ് പറഞ്ഞു യജൂസു ലഹു ആ പിന്നെ മൂസക്ക് ജായിസാണ് പിന്നെ ഐ യജൂസു ലഹു ഐ യർവിയ തിൽക്കൽ ഉസൂല ആ പറഞ്ഞ അസ്ലി ഗ്രന്ഥങ്ങളെ മുഴുവനും റിവായത്ത് ചെയ്യൽ അവന് ജായിസാണ് അൻഹു ആ മൂസിയെ തൊട്ട് വസിയത്ത് ചെയ്ത ആളെ തൊട്ട് പിന്നെ റിവായത്ത് ചെയ്യാം. ബി മുജറദി ഹാദിഹിൽ വസിയത്തി ഈ വെറും ഈ വസിയത്ത് മാത്രം കൊണ്ട് റിവായത്ത് ചെയ്യാമെന്ന് മുതഖദ്ദിമീങ്ങളായ ഇമ്മത്തിൽ നിന്ന് ഒരു ഖൗമുൻ ചെയ്തു പറഞ്ഞു. എന്നാൽ അബാ ദാലിക്കൽ ജുംഹൂറു അങ്ങനെ റിവായത്ത് ചെയ്യാമെന്നതിനെ ഭൂരിഭാഗം മുഹദ്ദിസീങ്ങളും എന്താണ് വിലങ്ങിയിരിക്കുകയാണ്, തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇല്ലാ അൻകാന ലഹു ഈ പിന്നെ മൂസ വസിയത്ത് ചെയ്യപ്പെട്ട ആ താലിബിനുണ്ടായാലൊഴികെ മിൻഹു ആ മൂസിയിൽ നിന്ന് ഉണ്ടായാലൊഴികെ ഇജാസത്ത് ഉണ്ടായാലൊഴികെ. അപ്പോൾ ഇജാസത്ത് ഉണ്ടായാൽ
പിന്നെ റിവായത്ത് ചെയ്യാമെന്നായി. എന്നാൽ വഖദ ഇപ്രകാരം തന്നെ ഇഷ്തറത്തു അൽ ഇദ്ന ബിർറിവായത്തി ഫിൽ ഇഅലാമി, ഇഅലാമിലും റിവായത്ത് കൊണ്ടുള്ള ഇതിന് വേണം. ഇതിനെ അവരെന്താക്കി ഷർത്താക്കിയിട്ടുണ്ട്. ഇഅലാം എന്ന് പറഞ്ഞാൽ എന്താ? വഹു അത് അൻ യുഅലിമ ഷെയ്ഖു, ഷെയ്ഖ് പിന്നെ പ്രഖ്യാപിക്കുക, അറിയിക്കുക, അഹദ തലബത്തി, വിദ്യാർത്ഥികളിൽ നിന്ന് ഒരാളോട് ഷെയ്ഖ് അറിയിക്കുക. എന്ത്? ബി അന്നനി, തീർച്ചയായും ഞാൻ അറബി അൽ കിതാബ് അൽ ഫുലാനിയ, ഇന്നാലിന്ന കിതാബ് ഞാൻ റിവായത്ത് ചെയ്യും. അൻ ഫുലാനിൻ, ഇന്ന ഷെയ്ഖിനെ തൊട്ട്, ഇന്ന ഫുലാനിനെ തൊട്ട് ഇന്ന കിതാബ് ഞാൻ റിവായത്ത് ചെയ്യുമെന്ന് ഒരു ത്വാലിബിനോട് അറിയിക്കുക. അപ്പം അങ്ങനെ അറിയിച്ചാൽ ആ അറിയിച്ചത് കൊണ്ട് ഈ ത്വാലിബിന് എന്ത് ചെയ്യാൻ പറ്റൂല? അതുകൊണ്ട് റിവായത്ത് ചെയ്യാൻ പറ്റൂല. പിന്നെ റിവായത്തിന് സമ്മതം വേണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇൻകാന ലഹു മിൻഹു ഇജാസത്തുൻ, ആ ഷെയ്ഖിൽ നിന്ന് ഈ ത്വാലിബിന് ഇജാസത്തുണ്ട് എങ്കിൽ എഴുത്തുബിറ, അപ്പോൾ എന്ത് ചെയ്യും? ആ ഇഅലാം പരിഗണിക്കപ്പെടുന്നതാണ്. ഇല്ല, അങ്ങനെ ഇജാസത്തൊന്നും ഇല്ല എങ്കിൽ ഫലാ ഇബറത്ത ദാലിക, ആ ഇഅലാം കൊണ്ട് എന്താക്കൂല? പരിഗണിക്കപ്പെടുകയില്ല. ആ ഇഅലാം പരിഗണിക്കപ്പെടുകയില്ല. ഏതുപോലെ? ആ ഇഅലാം ഇബ്രത്തിയില്ല കൽ ഇജാസത്തിൽ ആമ്മത്തി, ആമായ ഇജാസത്ത് പോലെ, ആമായ ഇജാസത്തിനെ ഇത്തിബാർ ചെയ്യാത്തതുപോലെ. എന്തിനുള്ള ആമായ ഇജാസത്ത്? ഫിൽ മുജാസി ലഹു, മുജാസി ലഹൂല്, അതായത് ആർക്കാണോ ഇജാസത്ത് ചെയ്യുന്നത് അവർക്ക്. അവിടെ തിൽമീദാണ്. അപ്പോൾ തിൽമീദിലുള്ള ആമായ ഇജാസത്ത് പോലെ, തിൽമീദിലുള്ള ആമായ ഇജാസത്ത് പിന്നെ അതായത് തിൽമീദന്മാർക്ക് എല്ലാവർക്കും കൂടി ആമാക്കി ഇജാസത്ത് കൊടുത്താൽ അതെന്താക്കൂല? പരിഗണിക്കൂല. ലാഫിൽ മുജാസി ബിഹി, ഏതെന്നുകൊണ്ടാണോ ഇജാസ് ചെയ്യുന്നത് അതിലല്ല. അതായത് ഹദീസിൽ ആമായിട്ട് പിന്നെ ഇജാസത്ത് കൊടുക്കുന്നതല്ല, അത് പരിഗണിക്കും. പക്ഷേ ത്വാലിബിൽ ആമായിട്ടുള്ള ഇജാസത്ത് പരിഗണിക്കൂല. അതേതുപോലെ യഖൂല, ഈ ഷെയ്ഖ് പറഞ്ഞു അജസ്തുലി ജമീഇൽ മുസ്ലിമീന, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഞാൻ എന്ത് ചെയ്തു? സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ആമായ ഇജാസത്താണ്, അത് പരിഗണിക്കൂല. ഔലിമൻ അദറക ഹയാത്തി, അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലത്ത് എത്തിച്ച എല്ലാവർക്കും ഞാൻ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ ആമായ ഇജാസത്ത്. ഔലി അഹ്ലിൽ ഇഖ്ലീമി അൽ ഫുലാനി, അല്ലെങ്കിൽ ഇന്ന ഗ്രാമത്തിലുള്ള പിന്നെ ആളുകൾക്ക് ഞാൻ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞു. ഔലി അഹ്ലിൽ ബലദിൽ ഫുലാനി, അല്ലെങ്കിൽ ഇന്നാലിന്ന നാട്ടിലുള്ള ബുഖാറ പോലെയുള്ള നാട്ടിലുള്ള അഹ്ലുകാർക്ക് എന്ത് ചെയ്തു? സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ ആമായ മുജാസ് ലഹുവിലുള്ള ആമായ ഇജാസത്താണ്. അപ്പോൾ അത് പരിഗണിക്കൂല. വഹുവ, ഈ ലാസ്റ്റ് പറഞ്ഞത് അഖ്റബു ഇല സിഹത്തി, ഈ ഇന്നാലിന്ന നാട്ടിലെ ഉള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞത് സിഹത്തിലേക്ക് ഏറ്റവും അഖ്റബാണ്. കാരണം കുറുബിൽ ഇൻഹിസാരി, അതൊരു ഇൻഹിസാറിനോട് അടുത്തതിന് വേണ്ടി. കാരണം ഇന്ന നാട്ടിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ആ നാട്ടിലുള്ള ആളുകളിന്മേലെ ഒരു ഹസറാക്കൽ ഉണ്ടല്ലോ. അപ്പോൾ ആ പിന്നെ ഹസറിനോട് കുറുബുണ്ടായതിന് വേണ്ടിയിട്ട് അത് സിഹത്തിലേക്ക് അഖ്റബാണ് എന്ന്. പിന്നെ അല്ലാത്ത രീതിയിലുള്ള ജമീൽ മുസ്ലിമീന് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എത്തിച്ച എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കില്ല. പിന്നെ വഖദ ഇപ്രകാരം തന്നെ പരിഗണിക്കപ്പെടുകയില്ല ഈ അൽ ഇജാസത്തുലിൽ മജ്ഹൂലി, മജ്ഹൂലിന് ഇജാസത്ത് കൊടുത്താൽ, മജ്ഹൂലായ ആൾക്ക് ഇജാസത്ത് കൊടുത്തു. ഏതുപോലെ അൻ യഖൂല, അവിടെ മറ്റൊരു നിസ്കാരം അൻ യഖൂന എന്നുണ്ട്. പിന്നെ മുബ്ഹമിനോടോ അല്ലെങ്കിൽ മുഹമ്മലിനോടോ പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? മജ്ഹൂലാകുക എന്ന് പറഞ്ഞാൽ അൻ യകൂന മുബ്ഹമൻ ഔ മുഹമ്മലൻ, ഒന്നെങ്കിൽ അത് മുബ്ഹമാകുക അല്ലെങ്കിൽ മുഹമ്മലാകുക. മുബ്ഹമാകുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? മുബ്ഹമും പിന്നെ മുഹമ്മലും തമ്മിലുള്ള വർക്കെന്താ? മുഹമ്മൽ എന്ന് പറഞ്ഞാൽ പിന്നെ പേര് പറയാതെ, ഇന്ന ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ അജസ്തുലി ബാലിന്നാസ്,
ബാദുന്നാസിന് ഞാൻ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ബാദുന്നാസ് എന്തായി? മുബഹമാണ്. ഏതാണ് ആ ബാദു എന്നറിയില്ല. പിന്നെ മുഹമ്മലി എന്ന് പറഞ്ഞാൽ ഒരു മുസ്തറക്കായ പേര് പറയുക. അപ്പം പിന്നെന്തായി? പിന്നെ രണ്ടിൽ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതുപോലെ ഉദാഹരണം പറഞ്ഞാൽ അജസ്തു അബ്ദുള്ള ഈ കഥ. അബ്ദുള്ളക്ക് ഞാൻ എന്ത് ചെയ്ത് രണ്ട് സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ എന്താണ്? മുബഹമായി. ഏത് അബ്ദുള്ള എന്ന് അറിയുന്നില്ല. അവിടെ തൈനാക്കാനുള്ള കരീനത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ആ രണ്ട് നിലയ്ക്കും മജ്ഹൂൽ വരാം. അപ്പം അങ്ങനെ മജ്ഹൂലിനോടുള്ള ഇജാസത്തും പരിഗണിക്കപ്പെടുകയില്ല. കഥ ഇപ്രകാരം തന്നെ അൽ ഇജാസത്തുലിൽ മാദൂമി, മാദൂമിനിക്ക് ഇജാസത്ത് കൊടുത്താലും പരിഗണിക്കപ്പെടില്ല. അതേതുപോലെ കാൻ യഖൂല അജസ്തു ലിമൻ സയൂലദു ലി ഫുലാനിൻ, ഫുലാനിന് ശേഷം ജനിക്കുന്ന കുട്ടികൾ, ആ മക്കൾക്ക് എന്ത് ചെയ്തു? ഞാൻ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇപ്പോൾ അവരിവിടെ ഇല്ല. അപ്പം മാദൂമ, ആ മാദൂമിന് ഇജാസത്ത് കൊടുത്താൽ ആ ഇജാസത്തും പരിഗണിക്കപ്പെടില്ല. എന്നാൽ വഖദ് ഖീല, പറയപ്പെട്ടു, ഇൻ അതഫഹു, ഈ മജ്ഹൂലിനെ മാദൂമിനെ അത്ബ് ചെയ്താൽ അല മൗജൂദിൻ, മൗജൂദിന്റെ മേലെ അത്ബ് ചെയ്തിട്ടാ പറയുന്നതെങ്കിൽ സഹ, ശരിയാകും എന്നൊരു ഖീല. അതേതുപോലെ കാൻ യഖൂല, അവൻ പറഞ്ഞു അജസ്തു ലക വലിമൻ സയൂലദു ലക, നിനക്കും നിനക്ക് ശേഷം ജനിക്കുന്ന മക്കൾക്കും എന്ന് പറഞ്ഞാൽ ശരിയാകുമെന്നൊരു ഖീല. എന്നാൽ വല്ല അഖറബു, അവിടെയും ഏറ്റവും അഖറബായത് അദമു സിഹത്തി ഐലൻ, അത്ബ് ചെയ്യാത്ത സൂറത്തിൽ പറ്റാത്ത പിന്നെ പരിഗണിക്കാത്തതുപോലെ ഇവിടെയും സഹിയാകുകയില്ല എന്നതാണ് അഖറബ് അവിടെ. വഖദ, ഇപ്രകാരം തന്നെ അൽ ഇജാസത്തുലി മൗജൂദിൻ ഔലി മാദൂമിൻ, മൗജൂദിനോ അല്ലെങ്കിൽ മാദൂമിനോ ഇജാസത്ത് കൊടുക്കലും ഇപ്രകാരം തന്നെ. എങ്ങനെ? ഉല്ലിഖത്ത് ബി മശീയത്തിൽ ഗൈരി, ഗൈറിന്റെ മശീയത്തിനോട് താല്ലിക്കാക്കപ്പെട്ടു. അങ്ങനെ മൗജൂദിനോടോ മാദൂമിനിക്കോ മാജൂദിനോ ഇജാസത്ത് കൊടുത്താലും അതും പരിഗണിക്കില്ല. അതേതുപോലെ കാൻ യഖൂല അജസ്തു ലക ഇൻഷാ ഫുലാൻ, നിനക്ക് ഞാൻ എന്ത് ചെയ്തു? ഇജാസത്ത് തന്നു ഫുലാൻ ഉദ്ദേശിച്ചാൽ എന്ന്. അപ്പോൾ ഒയറിൻ്റെ മശീയത്തിനോട് താല്ലിക്കാക്കിയിട്ട് പറഞ്ഞു. അവിടെ മൗജൂദിനോട് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഔ അജസ്തു ലിമൻ ഷാ ഫുലാൻ, അല്ലെങ്കിൽ എന്താണ്? ഫുലാൻ ഉദ്ദേശിക്കുന്ന ഒരുത്തരിക്ക് ഞാൻ എന്ത് ചെയ്ത് സമ്മതം കൊടുത്തു. അവിടെ അതിപ്പോൾ മാദൂമിനോടാണ്. അപ്പോൾ ഒയറിൻ്റെ പിന്നെ മശീയത്തിനോട് താല്ലിക്കാക്കി പറഞ്ഞു. ലാ അയ്യക്കൂല, പിന്നെ അവൻ പറഞ്ഞാലല്ല, അജസ്തു ലക്ക ഇൻഷിഅത എന്ന് പറഞ്ഞാലല്ല, അത് ജായിസാകും, അത് സഹിയാകും. നിനക്ക് നീ ഉദ്ദേശിച്ചാൽ നിനക്ക് ഞാൻ പിന്നെ സമ്മതം തന്നു എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കുന്നത്, അത് സഹിയാവുന്നതാണ്. വഹാദ കുല്ലുഹു, വഹാദ കുല്ലുന്നില്ല, വഹാദ ഈ പറഞ്ഞത് പിന്നെ വിജാദത്ത് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ അലൽ അസഹി ഈ ജമീ ദാലിക, അതിലെല്ലാം അസഹ് പ്രകാരമാണ് ഈ പറഞ്ഞ എന്ത് പിന്നെ പരിഗണിക്കില്ല എന്നും പരിഗണിക്കുമെന്നൊക്കെ പറഞ്ഞത് അസഹായ അഭിപ്രായം അനുസരിച്ചാണ്. എന്നാൽ വഖദ് ജവ്വസ റിവായത്ത് ഫി ജമീ ദാലിക, ഈ പറഞ്ഞതിലെല്ലാം റിവായത്തിനെ ജായിസാക്കി. സിവൽ മജ്ഹൂലി, മജ്ഹൂൽ അല്ലാത്ത, മജ്ഹൂലിനോട് ഇജാസത്ത് കൊടുത്താൽ പറ്റൂല എന്ന് പറഞ്ഞാൽ ആ മജ്ഹൂൽ അല്ലാത്ത എല്ലാത്തിലും, ആ മജ്ഹൂൽ തന്നെ മാലൻ യതബയ്യനിൽ മുറാദ് മിൻഹു, ആ മജ്ഹൂലിൽ നിന്നുള്ള മുറാദ് തബയ്യന് വ്യക്തമാകാത്ത കാലത്തോളം മജ്ഹൂൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും റിവായത്ത് ജായിസാക്കി. ആര്? അല്ല ഖത്തീബു, ഖത്തീബ് എന്നവർ ജായിസാക്കി. എന്നിട്ട് വഹക്കാഹു, ഖത്തീബ് എന്നവർ പിന്നെ അതിനെ ഹിക്കായത്ത് ചെയ്തു. അൻ ജമാഅത്തി മിൻ മശായിഖിഹി, അദ്ദേഹത്തിൻ്റെ മശായിഖന്മാരിൽ നിന്ന് ഒരു ജമാഅത്തിനെ തൊട്ടത് ഹിക്കായത്ത് ചെയ്യുകയും ചെയ്തു. പിന്നെ വസ്താമലൽ ഇജാസത്ത, എന്നാൽ വസ്താമലൽ ഇജാസലിൽ മഅദൂമി, മഅദൂമിനിക്ക് ഉള്ള ഇജാസത്തിനെ പ്രയോഗിച്ചു. മിനൽ ഖുദമായി, ഖുദമാക്കളിൽ നിന്ന് അബൂബക്കർ ബിൻ അബി ദാവൂദ്, അബ്ദുല്ലാഹി ബിൻ മന്ദ, ഇവരൊക്കെ എന്ത് ചെയ്തു? മഅദൂമിനിക്കുള്ള ഇജാസത്തിനെ ഇസ്തിമാൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വസ്താമലൽ മുഅല്ലഖത, പിന്നെ വയറിനോട് മശീയത്താക്കി കൊണ്ട് താലിക്കാക്കി പറയുന്ന അതിനെയും ഉപയോഗിച്ചു. മിൻഹുമാ ഖുദമാക്കളിൽ നിന്ന് ഐലൻ വീണ്ടും അബൂബക്കർ ബിൻ അബി ഖൈസം എന്നവർ, അങ്ങനെ ഖുദമാക്കളിൽ നിന്ന് അങ്ങനെ ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഇസ്തിമാൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ മേളിൽ പറഞ്ഞ അസഹായ അഭിപ്രായം അനുസരിച്ചാണ് നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ, ഹുക്കുമുകൾ.
പിന്നെ വറവാബിൽ ഇജാസത്തിൽ ആമ്മത്തി, അതുപോലെ തന്നെ ആമായ ഇജാസത്ത് കൊണ്ടും റിവായത്ത് ചെയ്തു ജംഉൻ കസീറുൻ, ധാരാളം കസീറായ ജംഅ് ഒരു സംഘം എന്ത് ചെയ്തു ആമായ ഇജാസത്ത് കൊണ്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ജമഅഹും, ആ ജംഉൻ കസീറിനെ ഒരുമിച്ച് കൂട്ടി ബഅദുൽ ഹുഫാദി, ചില ഹുഫാദിങ്ങൾ ഈ കിതാബിൻ പ്രത്യേകമായൊരു ഗ്രന്ഥത്തിൽ തന്നെ അവർ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വറത്തബഹും, എന്നിട്ട് അവരുടെ പേരുകൾ തർത്തീബാക്കി അല ഹുറൂഫിൽ മുഅ്ജമി, ഹിജായിയായ ഹർഫിൻ്റെ പിന്നെ കോർവ അനുസരിച്ച് തന്നെ തർത്തീബ് അനുസരിച്ച് ആ പേരുകൾ തർത്തീബാക്കുക. അപ്പോൾ അത്രത്തോളം ആളുകൾ ഉണ്ട് എന്നർത്ഥം. കാരണം ലിഖസറത്തിയും, അവരുടെ ആധിക്യം കാരണം കൊണ്ട് അങ്ങനെ അവരെ തർത്തീബാക്കി ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. കുല്ലു ദാലിക, തങ്ങൾ പറയാം കുല്ലു ദാലിക, ഈ പറഞ്ഞതെല്ലാം കമാകാല ഇബ്നു സലാഹ് റഹിമഹുള്ള പറഞ്ഞതുപോലെ ഇതെല്ലാം തസവു എന്നൊരു മർലിയൻ, അതൊരു മർലി അല്ലാത്ത തസവു ആണ്, ഒരു മജാസിയായ പ്രയോഗങ്ങളാണ് അതെല്ലാം. അല്ലാതെ അസഹ് നേരത്തെ പറഞ്ഞല്ലോ, അസഹ് പ്രകാരം ഉള്ള ഒരു കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ കാരണം ഇത് മർലിയല്ലാത്ത തസവു ആണെന്ന് പറയാൻ കാരണം അന്നൽ ഇജാസത്തൽ ഖാസത്തൽ മുഅയ്യനത, മുഅയ്യനായ ഖാസായ ഇജാസത്ത് തന്നെ അത് തന്നെ മുഖ്തലഫുൻ, ഇഖ്തിലാഫാക്കപ്പെട്ടതാണ്. ഈ സിഹത്തിഹ, അത് സഹിയാണെന്നുള്ളതിൽ ഇഖ്തിലാഫാക്കപ്പെട്ടു. ഇഖ്തിലാഫൻ കവിയായ ഇഖ്തിലാഫുണ്ട് ആരുടെ അടുക്കൽ, എന്തൽ ഖുദമായി, ഖുദമാക്കളുടെ അടുക്കൽ തന്നെ അതിൽ തന്നെ കവിയായ ഖിലാഫുണ്ട്. പിന്നെ വൈൻകാനൽ അമലായാലും ശരി ഇസ്തഖറ അല ഇഅ്തിബാരി, പിന്നെ ഖാസായ ഇജാസത്ത് പരിഗണിക്കുമെന്നതിൻ്റെ മേലെ അമൽ സ്ഥിരമായാലും ശരി, എവിടെ ഇന്ദൽ മുതാഖിരീങ്ങളുടെ അടുക്കൽ അമൽ ഇസ്തിഖറാറായിട്ടുണ്ടെങ്കിലും പിന്നെ ഖുദമാക്കളുടെ ഇടയിൽ പിന്നെ ആ ഖാസായ ഇജാസത്ത് തന്നെ ശരിയാകുമോ എന്നതിൽ ഇഖ്തിലാഫുണ്ട്. പിന്നെ അപ്പോൾ പിന്നെ ആമായ ഇജാസത്തിനെ സംബന്ധിച്ച് പിന്നെ ഖുദമാക്കളുടെ ഇടയിൽ അങ്ങനെ പ്രയോഗിച്ചെന്ന് പറഞ്ഞത് പറഞ്ഞു അത് മർലിയല്ലാത്ത തവസ്സുകാണെന്ന് പറഞ്ഞു. അതാ ഫഹിയ. അപ്പോൾ ഈ ഖാസായ മുഅയ്യനായ ഇജാസത്ത് അത് തന്നെ ദൂന സമാഇ ബിൽ ഇത്തിഫാഖി, ഇത്തിഫാഖ് എന്ന നിലയ്ക്ക് സമാഇൻ്റെ താഴെയാണ്, ഷെയ്ഖിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതിൻ്റെ പിന്നെ തഹത്തിൽ എന്ത് താഴെയായിട്ടേ വരുള്ളൂ. ഷെയ്ഖ് പിന്നെ പ്രത്യേകമായിട്ട് പിന്നെ ഇജാസത്ത് കൊടുക്കുന്ന അത് ആ ഖാസായ ഇജാസത്ത്. അപ്പോൾ കൈഫ, എങ്ങനെയാണ് ഇതാ അസല ഫീഹൽ ഇസ്തിർസാലു, ആ പിന്നെ ഇജാസത്തിൽ ഖാസായ ഇജാസത്തിൽ ഈ പറഞ്ഞ ഇസ്തിർസാല് പിന്നെ എന്ത് മർദിയല്ലാത്ത തവസ്സു ആണെന്ന് പറഞ്ഞല്ലോ, അത് അതിനകത്ത് വന്നാൽ ഇസ്തിർസാലുൽ മദ്കൂർ, ആ പറയപ്പെട്ട ഇസ്തിർസാല് അത് വന്നാൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ ഫഇന്നഹ, അപ്പോൾ അത് തസ്ദാദു ളുഅഫൻ, അപ്പോൾ ഒന്നുകൂടെ പിന്നെ ളുഅഫിനാൽ അത് വർദ്ധിക്കലാണ്, കുറവ് ഒന്നുകൂടെ പിന്നെ ബലഹീനമാകലാണ്. അപ്പം പിന്നെ ഈ പിന്നെ ഇപ്പം ഖാസായ മുഅയ്യനായ ഇജാസത്ത് തന്നെ ഇങ്ങനെയാകുമ്പോൾ പിന്നെ ഈ ആമായ ഇജാസത്ത് പിന്നെ മർദി അല്ലാത്ത തവസ്സു ആണ്. പക്ഷേ ലാക്കിന്നഹ, എങ്കിലും ഈ ഖാസായ ഇജാസത്തും അതുപോലെ തന്നെ മുത്ലഖൻ ഇജാസത്തും ഒക്കെ ബിൽ ജുംല മൊത്തത്തിൽ നോക്കുമ്പോൾ അത് ഖൈറുൻ, അത് ഏറ്റവും ഖൈറാണ്. എന്തിനേക്കാൾ മിൻ ഈറാദിൽ ഹദീസി മുഅല്ലലായിട്ടോ അല്ലെങ്കിൽ മുഅല്ലഖായിട്ടോ ഒക്കെ ഹദീസിനെ കൊണ്ടുവരുന്നതിനേക്കാളും ഖൈറാണ് ഏതെങ്കിലുമൊക്കെ ഷെയ്ഖിൻ്റെ സമ്മതം കിട്ടിയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് മറ്റേതിനെ അപേക്ഷിക്കുമ്പോൾ എന്താണ് ഖൈറാണ്. വല്ലാഹു അലം. സനദൊന്നും ഇല്ലാതെ മുതലായിട്ട് ഹദീസിനെ കൊണ്ടുവരിക, അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിനേക്കാളും ഇജാസത്ത് പ്രകാരമുള്ള ഒരു സനദ് കൊണ്ടുവന്ന് പറയുക എന്നത് മറ്റേതിനെ അപേക്ഷിച്ച് എന്താണ് അത് ഖൈറാണ് എന്നാ പറയുന്നത്. അവിടെ ഇരിക്കട്ടെ. ഇച്ചിരി കൊണ്ട് വല്ലാഹു അലം.
എന്നിട്ട് ഇലാഹുന ഇവിടം വരെ ഇന്ദഹൽ കലാമു ഫി അഖ്സാമി സിയഗിൽ അദായി, അദായിൻ്റെ സീഗയുടെ അഖ്സാമുകൾ അതിനെ വിശദീകരിക്കുന്ന കലാമ് അതിൻ്റെ ചർച്ചയുടെ തുടക്കം മുതൽ ഇവിടം വരെ ആയിരുന്നു. ഇവിടം വരെ ആയപ്പോൾ അത് അവസാനിച്ചു. ഇന്ദഹൽ കലാം. ഇനി മറ്റു വിഷയം പറയുന്നു.